വെച്ചേക്കുക. അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നും അവിടെ ഇല്ല. വെള്ളം കയറുവാണെങ്കിൽ ഇതുപോലെ ബോട്ടൊക്കെ അവിടെ കൊണ്ട് കൂട്ടിക്കാം. കൂട്ടി അങ്ങനെയൊക്കെ വെക്കാൻ ആണ്. അപ്പം ഞാൻ പാലത്തിനൊക്കെ സൂം ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, തകരാറൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് കുറച്ചെടുത്തിട്ട് റൈറ്റ് കുറച്ചും കൂടെ അങ്ങ് പോവാം. മേളിലേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറേ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണ കാണാം. കണ്ടോ, ഹൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹൈ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അപ്പൻ്റെ ഹൈക്കൊന്ന് സ്വീകരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പം ഇത് മൊത്തം ചെടിയുടെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പൂവൊക്കെ പൂത്തിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ പൂക്കുമായിരിക്കും. അപ്പോൾ അതിന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു പോയി. ഇതിൻ്റെ എൻ്റെ പേരിലാണ് ഗൈസ്. അപ്പം അവിടുന്ന് കുറച്ച് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. എന്നിട്ട് പിന്നെ ആലോചിക്കുകയാണ് ഇപ്പം എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഞാൻ ഇവിടെ നമുക്ക് കുറേ രീതിക്ക് അങ്ങോട്ട് ഇവിടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ ഗൈസ്, കുറേ മൃഗങ്ങളുടെ എന്താണെന്നൊക്കെ ഞാൻ വായിച്ചൊന്നുമില്ല. ഇതാണ് ആ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് എങ്ങോട്ട് തന്നെ പോകും. അപ്പം ഞങ്ങൾ ആദ്യം വെച്ചു ലെഫ്റ്റ് തന്നെ പോകാം എന്ന് പറഞ്ഞ് ലെഫ്റ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി ചെന്ന് ഇതാണ് കാണുന്നത്, താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ചെന്ന് ഞങ്ങളിങ്ങ് ഇറങ്ങി ചെന്നപ്പോൾ ആ നഗ്നസത്യം പറഞ്ഞത് അവിടെയൊന്നുമില്ലായിരുന്നു കാണാൻ, പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. കാണാൻ അങ്ങ് മുകളിലേക്കായിരുന്നു പോകേണ്ടത്. ബൈ മിസ്റ്റേക്ക്, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാനാണ് പറഞ്ഞത് ലെഫ്റ്റിലേക്ക് പോയി, എന്ത് ചെയ്യാൻ വട്ടവർ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ ഒരു സൈഡ്. അപ്പം ഇതൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ കുറേ ഫ്ലെക്സിങ്ങനെ ഫ്ലെക്സല്ല മറ്റേ പോസ്റ്റിങ് വെച്ചിട്ടുണ്ട്. ഓരോ മൃഗങ്ങളുടെയും പേരും അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കയറി വന്നിട്ട് മേളിലേക്ക് കയറിയപ്പോൾ ഉള്ള സീനാണ് ഈ മുള്ളമ്പൻ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, കമ്പി കൊണ്ട് ചെയ്താണ് കൈ, നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് കമ്പി കൊണ്ട് ചേർന്നതല്ല കേട്ടോ, അതെന്തോ കമ്പ് കൊണ്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഒരു കിളിയുടെ വീടില്ലേ അതുപോലെ ഒരു സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പയ്യെ ചെല്ലിയാണ്. ഇതേ കാണുന്ന ചിത്രശലഭം ഉണ്ടല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചു ഇപ്പറയാണ് ചിത്രശലഭം എന്നാണ് ഞാൻ വിചാരിച്ചത്. ചിത്രശലഭം എന്നെ പറ്റിച്ചത്, അവിടെ ഇല്ലായിരുന്നു ചിത്രശലഭം, അപ്പുറത്തെ ഏരിയയിലെ ചിത്രശലഭം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിലെ പോയിട്ട് ഞാൻ ചിത്രശലഭം ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നഗ്നസത്യം അറിഞ്ഞത് അത് മൊത്തം ചെടിയുടെ സെക്ഷനായിരുന്നു. കുറേ ചെടിയുടെ പേരും അവിടെ എന്നൊക്കെ കുറേ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് കൊള്ളായിരുന്നു. പിന്നീടാണ് ആ നഗ്നസത്യം അറിഞ്ഞത് ചെടിയായിരുന്നു എന്നുള്ള കാര്യം. എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ വശത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ് ചെടിയുടെ പേരിന് മേളിൽ തന്നെ ചെടിയുണ്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പുറം പോയപ്പോൾ കുറേ ചിത്രശലഭത്തിൻ്റെ ഫോട്ടോയും അവർ കുറേ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ ഇതതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ചിത്രശലഭത്തിന് ഓപ്പോസിറ്റ് കാണുന്നതാണ് ആ ഒരു മ്യൂസിയം പോലെ. അതിനകത്ത് കുറേ ബേർഡ്സിൻ്റെ ഫോട്ടോസൊക്കെ ഉള്ളൂ. നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് കാണാനൊന്നുമില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഈ പക്ഷികളെ ഒരു സന്ദർശിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് നമ്മൾ അവിടെ തന്നെ കാണിച്ചാൽ മതി. അവിടെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാർഡിൻ്റെ ഉള്ളിലേക്ക് പാസ് തരും. അവർ കയറ്റിയിടും. ഫോൺ നമ്പർ, പേര് അതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് അത് നമുക്ക് പാസ് തരും. അപ്പം നമ്മളത് കയറി അകത്ത് ചെന്ന് അന്നേരം ഫോൺ തോണ്ടാൻ പോകരുത്. ഒരു കിളിയെ പോലും കാണില്ല ഫോൺ തോണ്ടിക്കൊണ്ടിരുന്ന. ഫോൺ തോണ്ടിയാൽ കിളിയെ കാണില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോൺ അടച്ച് വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ മാനത്തൊക്കെ നോക്കുക. താഴെ നോക്കരുത്, മനത്ത് നോക്കി നമുക്ക് കിളിയെ കണ്ടില്ലേ ഒക്കെ പറഞ്ഞ് കണ്ടോന്ന് നോക്കരുത്, ചുമ്മാ നടക്കുക. അപ്പം നടന്ന് കഴിയുമ്പോൾ എവിടെയുണ്ടൊക്കെ കുറേ കിളിയെ കാണാം. ഏതാണ്ടൊക്കെ കാണാമെന്ന് എനിക്ക് തോന്നി. ഞാൻ 2, 3, 4 കിളീനൊക്കെ കണ്ടു. അതോ കുരുവിയെ പോലത്തെ 2, 3 കിളി. പോട്ടെ, സങ്കടമൊക്കെ പിന്നെ നീരൊക്കെ പോട്ടെ, ബൈ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ നല്ല വഴിയായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കാമൻ പീസാണ്. ഒരു സുഖമൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്, ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് പോയിട്ടൊക്കെ വരാം. ഇത് രീതിക്കാണ്. എനിക്ക് തോന്നുന്നു 2 കിലോമീറ്ററോളം നടക്കണ്ട വന്നു. പിന്നെ അവിടെ ഒന്നും ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നാട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാന്നപ്പോൾ എനിക്ക് പിടുത്തമില്ല, ഞാൻ എന്താ കളിച്ചിരുന്നൊന്നും. പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ടാറ്റ ബൈ. അപ്പം ഇനി വീട്ടിൽ പോയേക്കാം എന്നും പറഞ്ഞിട്ട് ബൈ വീട്ടിൽ പോവുകയാണ്.